നമസ്കാരം. നല്ല തരത്തിലുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്നത് ഒറ്റപ്പാലത്തെ ഹോട്ടലിൽ നിന്നിട്ട്. എൻ്റെ ഫ്രണ്ട് ഷീബ കണ്ണൂർക്കാരിയാണ്, പക്ഷെ ഇപ്പോൾ ഒറ്റപ്പാലംകാരിയാണ്, കുറേ കാലമായിട്ട് ഒറ്റപ്പാലത്താണ്. അപ്പം ഞങ്ങൾ തെയ്യം കാണാൻ പോകട്ടെ. ബാക്കി കാഴ്ചകൾ ഞാൻ അവിടെ നിന്ന് കാണിച്ചാൽ അടിപൊളിയാണ്, സൂപ്പർ. ഞങ്ങൾ തിരുവല്ലാമലയിൽ ഐവർ മഠത്തിൽ തെയ്യം കാണാൻ പോകാം. അപ്പം വിശന്നിട്ട് വയ്യാൽ ഫുഡ് അടിക്കാൻ കയറിയതാണ്. അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കട്ടെ. നമ്മളിവിടെ എത്തി എന്താ, ഇവിടേക്കൊക്കെ തെയ്യം ഓടിയും കൊണ്ട് വരും. എത്രത്തോളം എന്തെടുക്കാൻ പറ്റുന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതൊരു വല്ലാത്തൊരു കാഴ്ചയുണ്ട്. ആരും നഷ്ടപ്പെടുത്തരുത്. എല്ലാ ഡിസംബർ 26-നും ഒറ്റപ്പാലത്തടുത്ത് തിരുവല്ലാമലയിൽ പാമ്പാടി ഐവർ മഠത്തിൽ ഉണ്ട് സംഭവം. തെയ്യം കാണാൻ വരണേ. അണിയറ എനിക്ക് പറഞ്ഞു തരുന്നത് ഷീബയാണ്. അവൾക്ക് അറിയാം, അവൾ കണ്ണൂക്കാരിയാണേ. തെയ്യത്തിൻ്റെ അണിയറയിലാണ് തെയ്യത്തിൻ്റെ എല്ലാ ആടയാഭരണങ്ങളും ഒക്കെ വയ്ക്കുക. പിന്നെ അവർക്ക് അതിൻ്റെ വരക്കുന്നത് മുഖത്തെഴുത്ത് അതൊക്കെ അവിടെ വെച്ചിട്ട് നടക്കും. മുഖത്തെഴുത്ത് ഇത് ഗുളികൻ്റെ മുടിയാണ്. ഏത് അത് ആ നീളത്തിലടുത്ത് കാണുന്നതാ. എന്താ പറയുക, കുത്തോല വെച്ചിട്ട് അതെ റീസാണല്ലേ ഗുളികൻ്റെ ഗുളികൻ പറയുന്ന മുടിയാണ്. എന്തൊക്കെയോ പൂജകളൊക്കെ നടക്കുന്നു. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലവും ദയിപ്പിച്ച സ്ഥലമല്ലേ. ഫസ്റ്റ് പൊട്ടൻ തെയ്യം അല്ലേ, തെയ്യത്തിൻ്റെ തോറ്റം. ശിവനായിട്ട് കാണിക്കും. അങ്ങനെ അഹങ്കാരം കുഞ്ഞേ ഗ്യാപ്പിൽ ഞങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്ത് ഒന്ന് എന്താണ് ഷീബ പാട്ടൊക്കെ പാടി ഇവിടെ ഇരുന്നിട്ട് ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആരും ഇറങ്ങുന്നില്ലല്ലോ. നോക്കണ്ട, അവിടെ വലിയ ആഴുണ്ടെങ്കിലോ. പക്ഷെ ഭാരതപ്പുഴയെന്ന് പറയാൻ പറ്റില്ല അല്ലേ. നോക്കിയൊക്കെ അവിടെയൊക്കെ പൂഴിയല്ലടി, നോക്ക് ചെടി മരമൊക്കെ എണ്ണി. ആരൊക്കെയോ വരണം കേട്ടോ. പക്ഷെ അത് കാണുമ്പോഴേ, ആ ലൈറ്റ് ഇങ്ങനെ കാണുമ്പോഴേ, പഴയ MT സിനിമയിലൊക്കെ ഇങ്ങനെ ആ മിന്നിയും വരുന്ന കാണാല്ലേ ആൾക്കാർ തെയ്യം കാണാൻ വരിക. നടന്ന് വരികയാണ്, പുഴ കടന്ന് വരികയാണ് കേട്ടോ. ശരിക്കും പേടിയാവും കേട്ടോ. ഇവരിങ്ങനെ ഒരു കണ്ണിനൊക്കെ ഒരു പ്രത്യേക ശക്തിയാണ്. അതേമാതിരി ഏതി ഓടുമെന്ന് പറയാൻ പറ്റില്ല. കയ്യിലാണെങ്കിൽ ആളും ഉണ്ട്. നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുക, അലർട്ടായി നിൽക്കുക, അതന്നെ നിവർത്തിയുള്ളൂ. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒപ്പം ഉണ്ടാവും. കുറേ പേര് അവരുടെ ഈ പരികർമ്മികൾ കൂടെ ഉണ്ടാവും. ഇത് കത്തിയമരണ കണലിനെയാണ് പറയണ മേലേരിന്ന്. ഷീബ പറഞ്ഞ എന്താണ് കേട്ടോ, തീച്ചാമുണ്ടി കെട്ടുന്നവര് ഇതിൽ കിടക്കുത്രേ. ഇതിപ്പം പൊട്ടൻ തെയ്യപ്പം അതിൽ കിടക്കും, പക്ഷെ അതിനേക്കാളൊക്കെ ഭീകരമായിട്ട് അവർ തീച്ചാമുണ്ടിയാണ് അത്ര ഏറ്റവും കൂടുതൽ കണലാട്ടം ചെയ്യണത്. അവർക്കാണ് തീച്ചാമുണ്ടി കിട്ടിയവർക്കാണ് പണിക്കൊരു പട്ടം കൊടുക്കുകയെന്ന്. അവർ അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരാണ്. കിരീടം ഉണ്ടാക്കാൻ എത്ര നേരം എടുത്തു? 3 മണിക്കൂർ 4 മണിക്കൂർ. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് ഫുള്ളി ഇവിടെ വന്നിട്ട് ചെയ്താണോ അതോ ഫ്രെയിം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അല്ല, ബാക്കി ഇവിടെ വന്നിട്ട് കുരുത്തോല അല്ലേ? കുരുത്തോല അല്ലേ? ചുടലത്തെ. പക്ഷെ അതിൻ്റെ അത് നമുക്കിങ്ങനെ
മനസ്സാകുലനായ മണ്ണിന്റെ രക്ഷകനായ എന്റെ പേരെന്താന്ന് പറഞ്ഞു? പ്രദീപ്. ഒരു പ്രദീപ് ഉണ്ട് ഇവിടെ. ശിവയുടെ ഹസ്ബൻഡിന്റെ പേര് പ്രദീപാണ്. ആ വിറക് മുഴുവൻ കത്തി കണലായി. കണ്ടോ? തെയ്യ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ രാവിലെയാണ് മടങ്ങിയത് കേട്ടോ. വെളുപ്പാൻ കാലത്ത് ഞാനും ഷിബിയും കൂടി തിരിച്ചു പോന്നു. അവള് ഒരു കണ്ണൂരുകാരിയാവുക കാരണം അവൾക്ക്
ഈ തെയ്യം കണ്ടിട്ട് അത്ര തൃപ്തി പോരാ. എന്താ വെച്ചാൽ അവരുടെ നാട്ടിൽ കുറേ ദിവസങ്ങളുടെ ആഘോഷമാണ് തെയ്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് ചെയ്യല്ലേ. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് ഇത് കാണാൻ നല്ലൊരു അവസരമാണ്. നിങ്ങളാരും ഇത് മറക്കരുത്. എല്ലാ ഡിസംബർ 26-ാം തീയതി ഐവർ മഠത്തിൽ തെയ്യം നടക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ അഗ്നിപ്രവേശമാണ്